ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കത്തിയും കടാരിയും ഒക്കെ ആയിട്ടുള്ളൊരു ഇൻട്രോ കണ്ടിട്ട് ആരും പേടിക്കരുത്. ഞാൻ മാങ്ങ കഴിക്കാൻ പോവാണ്. ആക്ച്വലി ഈ മാങ്ങ കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട്, പക്ഷെ ഇത് മുറിച്ച് കഴിക്കാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഫാദേഴ്സ് ഡേയോട് അനുബന്ധിച്ച് എൻ്റെ കുറച്ച് ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ മാങ്ങ മുറിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മാങ്ങയും എൻ്റെ അച്ഛനും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ പറ്റി. സോ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നമുക്ക് മാങ്ങ മുറിക്കാം. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ മുറിക്കൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മാങ്ങ മുറിക്കാൻ അറിയില്ല എന്ന്. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് മാങ്ങ മുറിക്കാൻ തുടങ്ങിയത്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല, സത്യമായിട്ടും അതാണ്. കാരണം എൻ്റെ വീട്ടിൽ അച്ഛനാണ് എനിക്ക് മാങ്ങ മുറിച്ച് തരാറുള്ളത്. മാങ്ങ മാത്രമല്ല, വാട്ടർമെലൺ, പൈനാപ്പിൾ, അങ്ങനെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം അച്ഛനാണ് മുറിക്കാറുള്ളത്. അങ്ങനെ അങ്ങനെ അതിനെ പറ്റി ഞാനിങ്ങനെ ആലോചിച്ച് തുടങ്ങിയത് ഇപ്പോഴാണ്, മനസ്സിലായോ? ലൈക്ക് നമ്മുടെ അച്ഛനമ്മമാരെ ഒരുപാട് ഗ്രാൻഡായിട്ട് എടുക്കാറുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ അവർ ചെയ്തു തരുന്ന പല പല കാര്യങ്ങളും ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ലക്ഷറിയാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കെല്ലാം ചെയ്തു തുടങ്ങി, ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അതുപോലെ പ്രത്യേകിച്ച് അച്ഛൻ്റെ കാര്യം. കാരണം അമ്മയെ ഞാൻ എപ്പോഴും ഒരു ഫ്രണ്ടായിട്ടാണ് പണ്ടോട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അച്ഛൻ ഭയങ്കര വില്ലനാണ്, ഇങ്ങനെ എല്ലാത്തിനും നോ പറയണു, റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റിയലൈസ് ചെയ്യണത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നല്ലതേ ഉണ്ടായിട്ടുള്ളൂ, ഇതൊക്കെ ഭയങ്കര ലേറ്റ് റിയലൈസേഷനാണ് എനിക്ക്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അച്ഛനമ്മമാരെ ഗ്രാൻഡായിട്ട് എടുക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടോ അങ്ങനെ ഒന്നുമല്ല. കാരണം അവരെയല്ലേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അവരോട് നമുക്കൊരു താങ്ക്സ് പറയേണ്ട ഒരു കാര്യമില്ല. അവർ നമ്മുടെ ആൾക്കാരല്ലേ എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും, ആണ്. ബട്ട് യാ, ദാറ്റ് അങ്ങനെ ഒരു വിഷയം. സോ ഇതുപോലെ ഇത് മാത്രമല്ല, ഇങ്ങനെ എല്ലാവരുടെയും കൊണ്ടുപോകണത് അച്ഛനായിരുന്നു ചെറുപ്പത്തിൽ. എന്ന് വെച്ചാൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും വെയിറ്റ് ചെയ്യും. എനിക്കിപ്പോൾ കുറേ എക്സാംസ് എഴുതാൻ പോണ സമയത്ത് അച്ഛൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്താലും 3-4 മണിക്കൂർ എക്സാം കഴിയണവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകും. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഒരുപാട് എഫേർട്ട് അച്ഛൻ നമുക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് എഫേർട്സിനെ ഞാൻ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ, എനിക്ക് തോന്നുന്നു പലർക്കും ആ പ്രശ്നം ഉണ്ടാവും, ഈവൻ ബിച്ചുവിന് വരെ ആ പ്രശ്നം ഉണ്ടാവും. കാരണം ഇപ്പം എന്നോട് ആരെങ്കിലും വന്നിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അങ്ങനെയാണ് ബ്രെയിൻ ട്യൂൺഡായിട്ടുള്ളത്. അല്ലാതെ ഇപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായി, ഇപ്പോൾ ഒരു കുട്ടിയായി. അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഭർത്താവും ഒരു മകനും എന്ന് പറയാൻ എനിക്ക് അറിയില്ല. അങ്ങനെ അല്ല, എനിക്കറിയില്ല ഇത് വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നു ബിച്ചുൻ്റെ അടുത്ത് ചോദിച്ചാലും അച്ഛനും അമ്മയും ചേച്ചിയും ആണ് വീട്ടിലുള്ളത് എന്ന് പറയും. എന്തോ നമ്മളെ അങ്ങനെ ഫാമിലിയായി കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന്. സോ അങ്ങനെ പറഞ്ഞ് നമ്മൾ കാട് കയറി എന്തൊക്കെയോ പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും മാങ്ങ കഴിക്കട്ടെ. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് മാങ്ങ കേട്ടോ. കുറച്ച് പുളിയുണ്ട്. അപ്പം എന്തായാലും ഇതുപോലെ മക്കൾക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്ന എല്ലാ അച്ഛന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും ഫാദേഴ്സ് ഡേ ആശംസകൾ. ഞാൻ അച്ഛൻ്റെ എഫേർട്സ് ഒന്നും കാണാതെ പോയിട്ടില്ല, എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഇതത്രയേ ഉള്ളൂ. സോ ഒരു ഭയങ്കര ഷോർട്ട് വീഡിയോ ആയിരുന്നു, ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.